കുഞ്ഞോ മിണ്ടത്തില്ലടാ, നമുക്കങ്ങ് പോയാൽ. കുഞ്ഞോ ആകെ ഇടങ്ങേറാ, അതുകൊണ്ട് നമുക്കങ്ങ് പോയേക്കാം മുത്തേ. പോവാ എന്നാ വാ, നമുക്ക് പോകാം. എപ്പോഴും ഇടുന്നേ രാത്രി. പല്ലിളകിയോ? കുഞ്ഞോടെ പല്ല് വിളകിയോ? പോയെന്ന് തോന്നുന്നത് പല്ല്. പല്ലിളകിയോ? ഹലോ, അടുത്തത് 1500. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇരുട്ടത്തെന്താ കാണാൻ? ഇതോ കുഞ്ഞു കരയുവാണ്. എൻ്റെ മോനിക്കൂട്ടം വിഷമിച്ചോ? കരയുവാണ്. കുമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്, കുമ്പിട്ടിരിപ്പാണോ താമര. വരുക. 7 മണി. നിഷാന്തിൻ്റെ അമ്മയൊക്കെ തിരക്കെന്ന് പറയണേ. 8 മണിയാകുമ്പോഴേ മേടിച്ചു വെച്ചേക്കാം. എന്തോ ഇത് തുറക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? അത് പോയി തുറ. ഈ ഭക്ഷണം കഴിക്കാനാ ഞാനത് ഓർക്കാൻ ഇവിടെ കൊണ്ടുവച്ചു. ആർക്ക് വേണം? ഇന്നലെ ഞാൻ പറഞ്ഞു നമ്മളത് കണ്ടിക്കാർക്ക് വേണമെന്നും വേണ്ട. അവൻ പറഞ്ഞ് കയറി കടന്നത്. ഞാൻ ഇന്ന് വേണമെന്ന് വിളിക്കുക. അതിനത്ര 130. ഇത് നീളമുള്ള 5 പേരില്ല മതിയായിരുന്നു. എന്നാണ് അവിടെ ചോദിച്ചിട്ട് ഇതുപോലും ഇല്ലായിരുന്നു. ഇങ്ങനെ 3 എണ്ണം ഉള്ളത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇനി എന്നപ്പോ ഇതോടെ ഇരിക്കുന്ന ഞാൻ വാങ്ങിച്ചു. കൈമാന്തി നമുക്ക് ചെടിയും പച്ചക്കറിയൊക്കെ നടാൻ. എന്തെങ്കിലുമൊക്കെ കാണും. റോസ് കണക്ട് ചെയ്യാം. ഇതിന്റെ കാര്യമാണ് നമ്മ പറഞ്ഞു അല്ലേ? അതിലിട്ട് മുറിക്കുന്നു. അതിലില്ലായിരുന്നു. ഇരിക്കുമെന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെ മടങ്ങുന്നുണ്ട്. അല്ല, ഇത് അവിടെ മുതലുണ്ട്. അതൊക്കെ ഡോസ് ഇട്ടോ? അത് ഡോസ് യൂരി പോരുവോ? ഈ സാധനം ഉണ്ടത് ഒരു പൈപ്പ് ഇവിടെ കിടന്ന പൈപ്പിലുണ്ട്. അത് പിന്നെ അങ്ങോട്ട് കയറ്റിയാവുന്ന തോന്നി. ചോറടുക്കള വെച്ച് രുചിയിട്ട് നോക്കില്ല. വെള്ളരിക്ക, പടവലങ്ങ, മുരിങ്ങയ്ക്ക, ക്യാരറ്റ്,
ക്യാരറ്റ്, കറിക്ക, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി, ചോറുകൾ സാധനം മേടിച്ചു. പിന്നെ പാല് പാല് മേടിച്ചേ. ഇന്നൊക്കെ ഉണ്ടാക്കി അമ്മയ്ക്കായിട്ട് പാല് മേടിച്ചു. അമ്മയ്ക്ക് വലുതായതല്ലേ. അമ്മ തുണിയെ ഇട്ട് വെച്ച് മുത്തന്നെ കൊണ്ടുവിട്ടിട്ട് അപ്പൂൻ്റെ കൂടെ അവർ രണ്ടുപേരുടെ നിഷാന്തിൻ്റെ വീട്ടിൽ പോയതാട്ടോ. പിന്നെ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ഡോക്ടർ പറഞ്ഞ ടെസ്റ്റുകളും സ്കാനിങ്ങും ഒക്കെ പോയി ചെയ്തു. റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നാളെയാണ് ഡോക്ടറെ കാണേണ്ടത്. ബ്ലഡ് ടെസ്റ്റിലൊന്നും വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഇനി ഡോക്ടർ പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞില്ല, സിമെൻറ്റ് എടുത്തപ്പോൾ എൻ്റെ കൈയുടെ എല്ലാം കളർ മാറിയായിരുന്നു. ഈ സിമെൻറ്റ് പറ്റിയിടം മാത്രം. അതെ, കൈ പൊള്ളി എൻ്റെ തൊലി എല്ലാം ഇളകിപ്പോവാ പ്രിയങ്ങൾ. ഇങ്ങനെ ചിരണ്ടുമ്പോൾ തൊലി ഇളകുക. അന്നേരം വെളിച്ചെണ്ണ പുരട്ടിയിട്ട് എടുക്കണമെന്നൊക്കെയാണ്. എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. എന്തായാലും തൊലി ഇളകുന്നുണ്ട്. ഇന്ന് എന്താ പറയുന്നത്, നമ്മൾ ആ സിങ്കിൻ്റെ പണിക്കാണ് ഞാൻ സിമെൻറ്റ് ഇട്ടത്. സിങ്കിൻ്റെ അടിവശത്തെ സ്ലാബിൽ നിന്ന് വിട്ടിരുന്ന ഭാഗമെല്ലാം ഫില്ല് ചെയ്യാനാണ് ഞാൻ സിമെൻറ്റ് എടുത്തത്. അതെല്ലാം ഫില്ല് ചെയ്തു. പിന്നെ നമ്മൾ അതിൻ്റെ വേസ്റ്റ് കപ്ലിംഗ് ഒക്കെ മാറി എല്ലാം ഓക്കെ ആയി. അപ്പോൾ നമ്മളതിൻ്റെ സൈഡിൽ ഒട്ടിച്ച ആ ഒരു ഇതുണ്ടല്ലോ, സ്റ്റിക്കർ, വോൾ സ്റ്റിക്കർ പോലത്തെ ആ സ്റ്റിക്കറെല്ലാം ഞാൻ ഇളക്കി പുതിയൊരെണ്ണം ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് നമുക്ക് അവിടെ ഒട്ടിക്കുമ്പോൾ അത് ഇച്ചിരൂടെ വീതി ഉള്ളതാണ് ഇത്തവണ വന്നത്. അപ്പോൾ നമുക്കത് അവിടെ ഒട്ടിച്ച ഒരു ഭംഗിയില്ല കേട്ടോ, ഇരിക്കത്തില്ല, കുറച്ചധികമായിട്ട് ഇങ്ങനെ കിടക്കും. ആ മുത്ത എന്നോട് പറഞ്ഞ് നമുക്ക് എന്താ ഈ ടൈലിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് അതെല്ലാം ഫില്ല് ചെയ്തിട്ട് വേറെ സ്റ്റിക്കർ വാങ്ങിച്ച് ഇത് റിട്ടേൺ അടിച്ചിട്ട് നമ്മൾ വാങ്ങിച്ച വീതിയുള്ളത് മതി, അതിൽ തന്നെ ഒരെണ്ണം വാങ്ങിച്ച് വേണമെങ്കിൽ ഒട്ടിക്കാം എന്ന് വിചാരിച്ചു. ഞാനത് ഒട്ടിച്ചതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ അത് ഇവർ ഈ സിമെൻ്റ് ഇട്ട് ആ ടൈലിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തപ്പോൾ അതിങ്ങനെ മുഴച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ വൃത്തിയാക്കിയിട്ടാലും അതിങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒരു ഇതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനത് ഒട്ടിച്ച് വെച്ചത്. ഇനിയിപ്പോൾ നമുക്കതെല്ലാം ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് ഈ ടൈലിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ആ സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞുണ്ട്, ഗ്രൗട്ടെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അതിട്ട് ഫില്ല് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം. വേണമെങ്കിൽ അടുത്ത സ്റ്റിക്കർ മേടിച്ച് ഒട്ടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ. എന്തായാലും ഞാനത് ഒട്ടിച്ചാണ് അതിൻ്റെ ഒരു ലീക്കേജ് ഉള്ളത് ഇത്രയും ദിവസം മാറി നിന്നത് കേട്ടോ. അത് കുളിച്ച് ജപിച്ച് വരട്ട പ്രിയങ്ങളെ. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, തെരണ്ടി പീസ് മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾ കറി വെച്ചു. മോരുകറിയും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ട്. ഇവർ രാവിലെ ഉച്ചയ്ക്ക് വല്ലതും ദോശയാണ് കഴിച്ചത്. ഇന്നലെ എന്നോട് പറഞ്ഞു മസാല ദോശ കഴിക്കണമെന്ന്. ഞാൻ പറഞ്ഞു മസാല ദോശ ഞാൻ ഉണ്ടാക്കി തരാം, വെളിയിൽ നിന്ന് മേടിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോരുന്നത്. അപ്പോൾ രാവിലെ ഞാൻ എല്ലാവർക്കും മസാല ദോശ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ അവർ ദോശയൊക്കെയാണ് കഴിച്ചത്, ചോറൊന്നും ഉണ്ടില്ല. അതുകൊണ്ട് അമ്മ ചോറ് വെച്ചിട്ട് ചോറ് ആർക്കും വേണ്ടാന്ന് പറഞ്ഞ് അമ്മ കിടന്നുകൊണ്ട് വഴക്ക് പറയാം. പിന്നെ ഇനി രാത്രിയിൽ ഇനി എന്തോന്ന് അറിയത്തില്ല. ദോശമാവ് ഉണ്ട്, ഇച്ചിരി അങ്ങാണ്ട് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. രാത്രി ഇനി ദോശയാണോ ചോറാണോ എന്നൊന്നും അറിഞ്ഞുകൂടും. ഞാൻ കുളിച്ച് വെച്ച് വരാം. ഇന്നത്തെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തില്ല, സമയം കിട്ടിയില്ല. പിന്നെ അത് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യണം. പിന്നെ ഇന്ന് നമുക്ക് കൊച്ചു കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കാം. രാത്രി പൗഡറും ഒക്കെ ഇട്ട് എവിടെ പോവാന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി പ്രിയങ്ങളെ, കുളിച്ച് പൗഡർ ഇടുക എന്നുള്ളത്. കണ്ട തൊലി അങ്ങ് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇളകി ഇങ്ങനെ പൊടിഞ്ഞു പോവാണ്. പിന്നെ ഞാൻ ഇന്നൊരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജൂലൈ 24
ജൂലൈ 24 എൻ്റെ ജീവിതത്തിലുള്ള പ്രത്യേകത എന്താണ്, ആ ദിവസം എനിക്ക് നൽകിയത് എന്താണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ജൂലൈ 24 എന്നുള്ള ദിവസത്തിന് എൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രാധാന്യം, ആ ദിവസത്തിൽ എനിക്ക് എന്തൊക്കെ സമ്മാനങ്ങളാണ് ദൈവം കാത്തുവച്ചിരുന്നത് എന്നൊക്കെ ഞാൻ അതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും, അതായത് 2017 ശേഷം എല്ലാ വർഷവും ആ ദിവസം എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല പ്രിയങ്ങളെ. ഈ ഒരു പ്രായത്തിൽ കുറെ കൂടിയൊക്കെ ജീവിതം കണ്ടു, ഇത്രയ്ക്ക് ഉള്ളൂ എന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഈ ഒരു 9 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എൻ്റെ ഒരു 32കളിലൊന്നും എനിക്ക് അത്ര കണ്ട് ചിന്തിക്കാനുള്ള ഒരു ശേഷിയില്ലായിരുന്നു എന്ന് തന്നെ പറയാം. എന്താ പറയുന്നത്, പെട്ടെന്നൊരു ദിവസം തീർത്തും അപരിചിതരായ ആൾക്കാരുടെ ഇടയിലേക്ക് ഞാൻ എന്താ പറയുന്നത്, ഒരു അതിഥിയെ പോലെ കയറി ചെല്ലുന്നു, അവിടുത്തെ മരുമകളാകാൻ ശ്രമിക്കുന്നു. എത്ര പേര് നമ്മളോട് സ്നേഹമായിട്ട് പെരുമാറും, ആർക്കൊക്കെയാണ് നമ്മളോടൊരു അടുപ്പം എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കുറേ സമയങ്ങൾ കടന്നുപോയി. പിന്നെ എന്താ പറയുന്നത്, നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ ചെന്ന് കയറുന്ന വീട് എന്ന് പറയുന്നത് ചെന്ന് കയറുന്നിടം തന്നെയാണ്. നമ്മളൊരു സ്ഥാനം ഉറപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ചിലർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒരു സ്ഥാനം ലഭിക്കാത്തവർ അവിടെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നതും വലിയൊരു ടാസ്ക്കാണ്. അതൊക്കെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും തരുന്ന ആഘാതങ്ങൾ എന്ന് പറയുന്നത് വളരെ കഠിനമാണ്. അതൊക്കെ ഞാൻ എന്താ പറയുക, അറിഞ്ഞും അറിയാതെയും അനുഭവിച്ച കുറേ വർഷങ്ങൾ. ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടായി. ഇനി എൻ്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ, സമാധാനം മാത്രമേ ഉള്ളൂ എന്ന് കരുതി ജീവിച്ച കുറച്ച് വർഷങ്ങൾ, അതായത് ഒരു 27 വയസ്സ് മുതൽ ഇങ്ങോട്ട് ഈ 32 എത്തുന്നിടം വരെ ആ ഒരു 5 വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാഹചര്യങ്ങളോ ഈ പറയുന്ന ആൾക്കാരോ ഒന്നും എന്നോട് പ്രത്യേകതകളൊന്നും ഉണ്ടായില്ല പുതുതായിട്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ വേറൊരാളായി തീർന്നു. എനിക്ക് എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം എന്നുള്ളൊരു ചിന്ത അന്നേരമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ നമ്മുടേത് മാത്രമായ ഒരു ലോകത്തേക്ക് നമ്മൾ ഒതുങ്ങി നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ആഗ്രഹിച്ചത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ മുത്തിനൊരു കൂടപ്പിറപ്പ് വേണം എന്ന ആഗ്രഹം തോന്നി. അങ്ങനെ നമ്മൾ അതിലേക്ക് വലിയ സന്തോഷത്തിലേക്ക് എത്തിപ്പെട്ടു. നമ്മൾ കാത്തിരുന്ന് കരഞ്ഞും പ്രാർത്ഥിച്ചും ഒക്കെ ഒരു 2-3-4 വർഷത്തിന് ശേഷം നമുക്ക് മോനുകുട്ടനെ കിട്ടുന്നു. അതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പ്രിയങ്ങളെ, എല്ലാ അമ്മമാർക്കും ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ആനന്ദം തരുന്ന കാര്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഗർഭകാലം ആസ്വദിച്ചതും അമ്മയാവുന്ന ആ ഒരു വേദനകളെ മറന്ന് കുഞ്ഞിനെ സ്നേഹിച്ചതും കുഞ്ഞുമായിട്ട് ഇടപഴകിയതും ഒക്കെ മോനുകുട്ടൻ വന്നതിന് ശേഷമാണ്. ഞാൻ മുത്തിനെ പ്രഗ്നൻ്റ് ആയപ്പോഴൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എനിക്കങ്ങ് ആദ്യമാണ്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടുമോ, എനിക്ക് അറിവില്ലായ്മകളാണ്, എന്താണ് എപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, നമ്മുടെ ആഹാരം പോലും ഒരു കൺട്രോളിലാണ്. പക്ഷേ അതിനൊക്കെ ശേഷം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കൺട്രോളൊന്നുമില്ല. കാരണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ നോക്കാൻ ആരും വരുന്നുമില്ല, കുഞ്ഞിനെ നോക്കാൻ ആരും വരുന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടം. ആ ഒരു സമയം ഞാൻ ആസ്വദിച്ചു സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന സമയത്താണ് വില്ലൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതും. പെട്ടെന്നൊരു ദിവസമാണ് നമ്മൾ നിങ്ങളൊരു ക്യാൻസർ പേഷ്യൻ്റാന്നുള്ള ഒരു റിപ്പോർട്ട് കിട്ടിയതും. കുറേ കാലം നമ്മളൊരു രോഗത്തിനോടോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാഴികളോടോ ഒന്നും പൊരുതിയിട്ട് ഇതിലേക്ക് എത്തപ്പെടുകയല്ല. പെട്ടെന്നൊരു ദിവസമാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയാണെന്ന് അറിയുന്നതും. അതങ്ങോട്ട് തകിടം മറിയായിരുന്നു. പിന്നെ 7-8 മാസം കീമോ, അതിനുശേഷം സർജറി. ഈ സർജറി എന്താണെന്ന് പോലും ഇന്ന് നമുക്ക് ജെമിനിയോട് ചോദിക്കാം, ഗൂഗിളിലോട് ചോദിക്കാം, അന്നൊന്നും അത്ര അറിയില്ല കേട്ടോ. ആ സർജറിയെ പറ്റി ഒരു വിവരവും ഇല്ലാതെ, എന്താ പറയുന്നത്, ഒന്നും അറിയാതെ ഒരു സർജറിയിലേക്ക്, ഒരു മേജർ സർജറിയാണ്, ഇന്ന പോലൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നൊന്നും ഒരു തിരിച്ചറിവില്ലാതെ ഒരു ഓപ്പറേഷൻ, അതായത് ഞാൻ മോനുകുട്ടിനെ മുത്തിനെയൊക്കെ എനിക്ക് കിട്ടിയതുപോലെ ഒരു സർജറി, അതിന് വേണ്ടിയിട്ട് അങ്ങ് റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ. പക്ഷേ സർജറിക്ക് ശേഷം ഞാൻ കണ്ണു തുറന്നത് വലിയൊരു ഒരു തകർച്ചയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ബോധ്യത്തിലേക്കാണ്, അങ്ങനെ തന്നെ പറയാം. ഒരു സ്ത്രീയായി ജനിച്ച് വളർന്ന ഒരു അമ്മയായി ഭാര്യയായിട്ടൊക്കെ ജീവിച്ച ഒരാൾക്ക് അതൊക്കെ ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണ്. അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ടത്
തയ്യാറെടുക്കണം. എനിക്കിതൊന്നും അറിയില്ലല്ലോ. നമ്മൾ സർജറിക്ക് ചെല്ലുമ്പോൾ എന്താ, നമുക്ക് ഉള്ളിലെ ട്യൂമർ എടുത്ത് കളയും, ആ മുഴ എടുത്ത് കളയും എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ പോയി റെഡിയായിട്ട് ഇരിക്കുന്നത്. ഡോക്ടർ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം നമ്മൾ കണ്ണു തുറക്കുന്നത് എന്താണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം നമുക്കിനി ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെയുള്ള കുറേ അവസ്ഥകളിലൂടെയൊക്കെ കടന്ന് ഈ 9 വർഷങ്ങൾ പിന്നിടുമ്പോൾ എല്ലാ ജൂലൈ 24 ഞാനത് ഓർക്കാതിരിക്കാൻ എനിക്ക് പ്രയാസമാണ് പ്രിയങ്ങളെ. ഞാൻ എത്ര മറക്കണം, എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ കരുതാനേ പറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ആങ്ങളെ വിളിച്ച് പ്രിയങ്ങളെ അങ്ങനെ സംസാരിച്ചിരിക്കുമായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മെമ്മറിയുടെ പോസ്റ്റ് ഞാൻ എല്ലാ വർഷവും അതിനുശേഷം ഷെയർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമുക്ക് അത്ര പെട്ടെന്നൊന്നും നമ്മുടെ ലൈഫിൽ നിന്ന് അത് അങ്ങനെ ഇറേസ് ചെയ്ത് കളയാനൊന്നും പറ്റൂല. അപ്പോൾ അത് ശരിക്കും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഇപ്പോൾ അന്ന് ഞാൻ അനുഭവിച്ച വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥയിൽ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു മോട്ടിവേഷൻ ആവണം. നാളെ ഞാൻ ഓക്കെ ആകും, എനിക്കിതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും, എനിക്ക് ഇതിനൊക്കെ ശേഷം ഒരു ലോകമുണ്ട്, കാഴ്ചകളുണ്ട്, ജീവിതമുണ്ട്. ഇതൊക്കെ അവരുടെ മനസ്സിൽ ഒരു പോസിറ്റീവായിട്ട് വരണം. അങ്ങനെയൊക്കെയുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ് അന്നേരം അവരുടെ മനസ്സിലുണ്ടാവും പ്രിയങ്ങളെ, ഉറപ്പാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എല്ലാ വർഷവും ഈ സാഹചര്യം അനുസരിച്ച് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ അതിന് താഴെയിട്ട കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചു. എല്ലാവരോടും സ്നേഹം, സന്തോഷം, സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സ്നേഹം കേട്ടോ. അപ്പം ഞാൻ ചോറിനാൻ പോവാണ് പ്രിയങ്ങളെ. ഞാൻ പറഞ്ഞില്ലേ, മുത്തും അപ്പവും കൂടി നിഷാന്തിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. അതായത് അപ്പവും നിഷാന്തും എല്ലാം കോഴ്സ് കഴിഞ്ഞു കേട്ടോ. മുത്തിൻ്റെ സീനിയറാണ്. അവരെല്ലാവരും കൂടിയാണ് അന്ന് ഇവിടെ വന്നത്. അപ്പോൾ അവരങ്ങോട്ട് പോയതാണ്. ഇപ്പോൾ വരും. ഞാൻ എന്തായാലും വിശക്കുന്നത് കൊണ്ട് ചോറിനാൻ പോവാണ്. മുത്ത് വരുമ്പോൾ ഇനി ചോറാണോ ദോശയാണോ എന്ന് അറിയത്തില്ല. അമ്മ പറയുന്നത് ദോശ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കി വെച്ചാൽ തണുത്ത് പോകും ഇനി വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ട് വന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പം ഞാൻ ചോറിനാൻ പോവാം, ഞാനും മോനിക്കുട്ടനും. അമ്മ കിടാൻ അച്ഛൻ വന്നിട്ട് ചോറുണ്ടെന്നുള്ളത്. എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ കഴിക്കാൻ പോകും. ചോറ് വിളമ്പി, മോരുകറി ഏറെ ഒഴിക്കുന്നുണ്ട്. പിന്നെ തെരണ്ടി കറി വെച്ചത്, കോവയ്ക്ക മെഴുക്കുവരട്ടി. ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം. അപ്പോൾ എൻ്റെ പ്രിയങ്ങളോടെല്ലാം നിറയെ സ്നേഹം, എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക്സ്. വീണ്ടും കാണാം കേട്ടോ. നല്ല വിശേഷങ്ങളുമായിട്ട് വരാം. ടാറ്റാ, ഓക്കെ, ബായ്. കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.